ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ലക്ഷ്മി മേഘയോട് പറയുന്നുണ്ട്, നിനക്ക് അവകാശപ്പെട്ട സ്വത്തുക്കൾ മാത്രമല്ലേ ഞാൻ നിനക്ക് തന്നിട്ടുണ്ടായിരുന്നുള്ളൂ, എന്നിട്ട് നീ എന്നെ പറ്റിച്ചുകൊണ്ട് ബാക്കിയുള്ള മുഴുവൻ സ്വത്തുക്കളും നീ തന്നെ ഏറ്റെടുത്തു അല്ലേ? അപ്പോൾ മേഘ തിരിച്ചു ചോദിക്കുകയാണ്, നിങ്ങൾ സ്വത്തുക്കൾ വാങ്ങിക്കുന്ന സമയത്ത് കുറച്ച് എനിക്ക് കുറച്ച് നിങ്ങൾക്ക് എന്നൊക്കെ കരുതിയിട്ടാണോ വാങ്ങിയത്? എല്ലാ സ്വത്തുക്കളും മേഘക്കാണെന്ന് കരുതിയിട്ടല്ലേ വാങ്ങിയത്? അതുകൊണ്ടാണ് മൊത്തമായിട്ട് ഞാൻ എടുത്തത്. അത് കേട്ടതൊന്നും ലക്ഷ്മിക്ക് ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. ലക്ഷ്മി മേഘയെ തല്ലാൻ കൈയോങ്ങിയ സമയത്ത് മേഘ കൈ തടഞ്ഞു വെക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട്. കാരണം മേഘ ലക്ഷ്മിയുടെ കൈ അങ്ങനെ തടഞ്ഞു വെക്കുന്ന ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അതിനു മുൻപ് ലക്ഷ്മി അടിച്ച സമയത്ത് മേഘ തല്ല് കൊണ്ടതാണ്. പക്ഷേ ഇത്തവണ കൈ തടഞ്ഞു വെച്ചിട്ട് മേഘ പറയുന്നുണ്ട്, ഇനി എന്നെ തല്ലിക്കഴിഞ്ഞാൽ വേറെ ആയിരിക്കും കഥ. അത് കേട്ട സമയത്ത് ലക്ഷ്മി തന്നെ ഷോക്കായി പോവാണ്, തൻ്റെ മകളാണോ ഇങ്ങനെ പറയുന്നത് എന്ന് കരുതിയിട്ട്. മേഘയുടെ ആ ഒരു പെരുമാറ്റം ശരിക്കും ലക്ഷ്മിയെ മാത്രമല്ല എല്ലാവരെയും ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം മേഘയിൽ നിന്നും അങ്ങനെ ഒരു പ്രതികരണം ആരും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ ലക്ഷ്മി ശരിക്കും തകർന്നു പോയിട്ടുണ്ടായിരുന്നു. അവരിങ്ങനെ കുഴഞ്ഞ് നിലത്തിരിക്കാൻ പോകുന്ന സമയത്ത് മഹേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, കണ്ടില്ലേ കണ്ടില്ലേ, ഇവളെയാണോ നീ പാവെന്ന് പറഞ്ഞത്? ഒന്നാം നമ്പർ കുറ്റവാളിയാ ഇവള് ജയിലിലാണ് വേണ്ടത്. ഇപ്പം തന്നെ കമ്മീഷണറെ ഫോൺ വിളിച്ചിട്ട് ഇവള് ജയിലിലേക്ക് പറഞ്ഞയക്കുക വേണ്ടത്. പക്ഷെ മേഘ അതൊന്നും വലിയ വില കൊടുക്കുന്നില്ല. അപ്പോഴാണ് സിദ്ധാർത്ഥ് പറയുന്നത്, അങ്കിളിന് ഇവള് സ്വത്തുക്കൾ എഴുതിയെടുത്തത് മാത്രമല്ലേ അറിയുള്ളൂ. അത് കേട്ട സമയത്ത് മേഘ ചെറുതായിട്ടൊന്ന് ഷോക്കാവുന്നുണ്ട്. കാരണം 2 വസ്തുക്കൾ അവൾ ഓൾറെഡി വിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് സിദ്ധാർത്ഥ് പറയുന്നത്, 2 പ്രോപ്പർട്ടി ഓൾറെഡി അവൾ NRI ടീമിന് വിറ്റ് കഴിഞ്ഞു, സെയിൽ കഴിഞ്ഞു. അതും പെരുമാൾ തന്നെയാണ് എന്നോട് പറഞ്ഞത്. അതുകൂടി കേട്ട സമയത്ത് മഹേന്ദ്രൻ ഷോക്കായിട്ട് നിൽക്കുകയാണ്. കാരണം തൻ്റെ പെർമിഷൻ പോലും ഇല്ലാതെ തൻ്റെ സ്വത്തുക്കൾ അടിച്ചു മാറ്റി, അതിന് പുറമെ അതിൽ നിന്ന് 2 പ്രോപ്പർട്ടി തൻ്റെ അനുവാദം ഇല്ലാതെ വിൽക്കുകയും ചെയ്തു. സിദ്ധാർത്ഥ് അത് പറഞ്ഞ സമയത്ത് മേഘ ആദ്യം ഒന്ന് ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. ബാക്കി എല്ലാവരും ഷോക്കായിട്ടാണ് ഉള്ളത്. കാരണം മേഘ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് ലക്ഷ്മിക്കൊന്നും വിശ്വസിക്കാൻ തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല. ലക്ഷ്മി പറയുന്നുണ്ട്, എടി ദുഷ്ടേ, സ്വത്ത് എഴുതി തന്നിട്ട് 10 ദിവസം പോലും ആയിട്ടില്ല, അതിനു മുമ്പേ നീ വിൽക്കലും കഴിഞ്ഞോ? മേഘയ്ക്ക് പെട്ടെന്ന് എന്താ മറുപടി പറയേണ്ടതെന്ന് അറിയാതെ അവളിങ്ങനെ കുഴഞ്ഞു നിൽക്കുകയാണ്. മുത്തശ്ശിയും ആകെ പെട്ട അവസ്ഥയിലാണ്. അപ്പോൾ ലക്ഷ്മി ചോദിക്കുന്നുണ്ട്, നീയൊക്കെ എന്ത് ജന്മാടി? ലക്ഷ്മി കരഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത്. നിന്നെ ഒരു കുറവും ഇല്ലാതെ മഹാലക്ഷ്മിയെ പോലെയല്ലേ വളർത്തിയത്, അതിന് നീ തന്ന ശിക്ഷയാണോ ഇത്? പെട്ടെന്ന് അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ മേഘയ്ക്ക് ഉത്തരവൊന്നും ഇല്ലായിരുന്നു. മുത്തശ്ശിയും മിണ്ടാതെ കേട്ട് നിൽക്കുകയാണ്. അപ്പോൾ മുത്തശ്ശൻ മഹേന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, മഹേന്ദ്ര, നീ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? മഹേന്ദ്രൻ കരഞ്ഞോട് അച്ഛനോട് പറയാണ്, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല അച്ഛാ. പക്ഷെ അപ്പോഴേക്കും വാസു പറയുന്നുണ്ട്, എന്തിനാ അളിയ ഇങ്ങനെ വേണ്ടാതെ മേഘയ്ക്ക് മേൽ ഇത്രയേറെ ദേഷ്യം പിടിക്കുന്നത്? കാരണം അവളിപ്പോൾ അതിനും മാത്രം എന്ത് വലിയ തെറ്റാ ചെയ്തിരിക്കുന്നത്? നിങ്ങളുടെ പേരിലുള്ള സ്വത്ത് അവൾ അവളുടെ പേരിലേക്ക് മാറ്റി, അതിലിപ്പോൾ എന്താ? അത്രയല്ലേ ഉള്ളൂ. എന്നായാലും നിങ്ങളുടെ സ്വത്തുക്കളൊക്കെ അവൾക്ക് തന്നെയല്ലേ കിട്ടേണ്ടത്. മേഘയും അത് ശരിയല്ലേ എന്നൊരർത്ഥത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ വാസുദേവൻ ചോദിക്കുന്നുണ്ട്, എന്തായാലും ഈ എല്ലാ സ്വത്തുക്കളും മേഘയ്ക്ക് തന്നെയല്ലേ അവകാശപ്പെട്ടത്? പക്ഷേ ലക്ഷ്മിക്കും മഹേന്ദ്രനും വാസുദേവൻ പറയുന്നത് കേട്ടുകൊണ്ട് നിൽക്കുന്നതിനൊരു പരിധി ഉണ്ടായിരുന്നു. കാരണം അവർക്കറിയാവുന്നൊരു സത്യമുണ്ട്, മേഘ തങ്ങളുടെ മകളല്ല എന്നുള്ളൊരു സത്യം. പക്ഷെ ഇതൊന്നും അറിയാതെയാണ് വാസുദേവൻ സംസാരിക്കുന്നത്. അവളിപ്പോൾ ചെയ്താൽ ഇത്ര വലിയ തെറ്റൊന്നും ഇല്ലല്ലോ. ഇന്നല്ലെങ്കിൽ നാളെ അവൾക്ക് കിട്ടേണ്ട സ്വത്ത് ഇന്ന് കുറച്ച് നേരത്തെ അവൾ അവളുടെ പേരിലേക്കാക്കി, അതിനെന്താ ഇത്ര വലിയ പ്രശ്നം? അവളുടെ പേരിലേക്ക് വരേണ്ട സ്വത്ത് അവൾ എഴുതിയെടുത്തതിൽ എന്തിനാണ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്? മഹേന്ദ്രൻ്റെ കൺട്രോൾ ഇങ്ങനെ നശിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അയാൾ പറയുന്നുണ്ട്, വാസുദേവൻ, നിങ്ങൾ മേഘയ്ക്ക് സപ്പോർട്ട് ചെയ്യാതെ. പിന്നെ വാസുദേവൻ ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ മുത്തശ്ശി പറയുകയാണ്, ഇങ്ങോട്ട് നോക്ക് മഹേന്ദ്ര, മേഘ ജനിച്ചതിന് ശേഷം നീ വാങ്ങിച്ച ഓരോ സ്വത്തുക്കളും അവളുടെ രാശി കൊണ്ടാണ് വാങ്ങിച്ചതെന്നല്ലേ നീ പറയാറ്? അത് കേട്ട സമയത്ത് മഹേന്ദ്രന് ദേഷ്യം വരികയാണ്. ഹേ, അപ്പോഴും മുത്തശ്ശി പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, മേഘ ജനിച്ചതിന് ശേഷമാണ് നീ ബിസിനസ്സിൽ നന്നായിട്ട് വളർന്നത്. ഇന്ന് ഇത്രയധികം സ്വത്ത് നിനക്കുണ്ടായത് അവളുടെ രാശി കൊണ്ടല്ലേ മഹേന്ദ്ര? മഹേന്ദ്രൻ അതൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ മുത്തശ്ശി പറയാണ്, അവൾ കാരണം കിട്ടിയ സ്വത്തുക്കളൊക്കെ അവൾ അവളുടെ പേരിലേക്കാക്കി, അത്രയല്ലേ ഉള്ളൂ. പക്ഷേ അത് തങ്ങളെ 2 പേരെയും ചതിച്ചിട്ടാണെന്ന് ഓർക്കും തോറും ലക്ഷ്മിക്കും മഹേന്ദ്രനും സഹിക്കാനാവുന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല അവരറിയുന്ന ആ ഒരു സത്യം അവരെ വേദനിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഒന്നും അറിയാത്ത പോലെ മുത്തശ്ശി പറയുന്നുണ്ട്, ഇതിനെന്തിനാ നീ ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നത്? സ്വത്തൊക്കെ നിന്റെ പേരിലായാലെന്താ, നിന്റെ മോള് മേഘയുടെ പേരിലായാലെന്താ, ഒക്കെ ഇവിടെ തന്നെയാണ് ഉണ്ടാവുന്നത്. എന്തോ തിരക്ക് പിടിച്ച് അവൾ 1-2 സ്വത്തുക്കൾ വിറ്റുപോയി. അതല്ലാതെ ഇനി അവളോട് സ്വത്തുക്കൾ വിൽക്കരുതെന്ന് പറഞ്ഞാൽ അവൾ വിൽക്കില്ലല്ലോ. ഇതിനു വേണ്ടി എന്തോ അവൾ കൊലക്കുറ്റം ചെയ്ത മാതിരി എല്ലാവരും അവൾക്ക് നേരെ ഇങ്ങനെ തട്ടിക്കയറുന്നത് എന്തിനാ? അവർ മേഘയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. അപ്പോൾ മഹേന്ദ്രൻ ദേഷ്യത്തോടെ വിളിക്കുന്നുണ്ട്, ചെറിയമ്മേ, ഇനി ഒരു വാക്ക് പോലും നിങ്ങൾ സംസാരിക്കരുത്. നിങ്ങൾക്ക് ഞാൻ തരുന്ന മര്യാദ അത്രയ്ക്കുണ്ട്. മഹേന്ദ്രൻ്റെ ദേഷ്യം അതിര് കടന്നിട്ടുണ്ടായിരുന്നു. കാരണം അയാളെ മാത്രം അറിയുന്ന ആ ഒരു രഹസ്യം അയാളിങ്ങനെ വീർപ്പ് മുട്ടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്.
അതുമാത്രമല്ല, മേഘയ്ക്കും അച്ഛൻ്റെ ആ ഒരു ദേഷ്യം കാണുന്തോറും ചെറുതായിട്ട് ഭയമൊക്കെ തോന്നുന്നുണ്ട്. എങ്കിലും അവളിങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. അപ്പോൾ വാസുദേവൻ ചോദിക്കുന്നുണ്ട്, അളിയാ എന്തിനാ ഇങ്ങനെ ഒരു കാര്യമില്ലാതെ ഇവർക്ക് നേരെയൊക്കെ തട്ടിക്കയറുന്നത്? അതിനു മാത്രം ഇത്ര വലിയ തെറ്റെന്താ ചെറിയമ്മ പറഞ്ഞത്? എന്തായാലും നിങ്ങൾ സമ്പാദിച്ച സ്വത്തൊക്കെ മേഘയല്ലേ അവകാശി. എന്തോ 1-2 സ്വത്തുക്കൾ വിറ്റു, പക്ഷെ അതൊക്കെ അങ്ങ് ഒഴിവാക്കി വീടാ അളിയാ. അപ്പോൾ മഹേന്ദ്രൻ മേഘയോട് ചോദിക്കുന്നുണ്ട്, ആ NRA പാർട്ടിക്ക് പ്രോപ്പർട്ടി വിറ്റില്ലേ, ആ പണമൊക്കെ എവിടെയാണ് വെച്ചിരിക്കുന്നത്? അപ്പം മേഘ കൂളായിട്ട് പറയാണ്, ആ പണമൊക്കെ ചിലവായിപ്പോയി. എല്ലാവരും വീണ്ടും ഒരുപോലെ ഷോക്കാവുകയാണ്. 2 പ്രോപ്പർട്ടി വിറ്റിട്ട് ആ പണം മൊത്തം മേഘ ചിലവാക്കിയെന്നോ? അപ്പം മഹേന്ദ്രനെ നിയന്ത്രിക്കാനാവാതെ അയാൾ പറയുന്നുണ്ട്, എന്ത് പ്രോപ്പർട്ടി വിറ്റിട്ട് ആ പണം മൊത്തം ചിലവാക്കിയെന്നോ? നിന്നെ ഞാൻ എന്ന് പറഞ്ഞിട്ട് മേഘയ്ക്ക് നേരെ തല്ലാൻ കയ്യോങ്ങാണ്. അപ്പോൾ വാസുദേവൻ തടയാണ്, അളിയാ നിർത്തളിയാ, ഇതെന്താ പുതിയ ഓരോ ശീലങ്ങൾ, പെൺകുട്ടികൾക്ക് നേരെ കൈയോങ്ങുന്നത്? തോളിന് മേലെ വളർന്ന മക്കളെ വഴക്ക് പറയുന്നത് തന്നെ തെറ്റാണ്. നിങ്ങളെന്താ അവൾ തല്ലാനൊക്കെ കൈയോങ്ങുന്നത്? വാസുദേവൻ ദേഷ്യത്തോടെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ മഹേന്ദ്രനും അതേപോലെ ദേഷ്യത്തിലാണുള്ളത്. അയാൾ വാസുദേവനോട് പറയുന്നുണ്ട്, ആ സ്വത്തുക്കളൊക്കെ വിറ്റ് കാശ് അവൾ ചിലവാക്കിയെന്ന്. അവൾക്ക് വേണ്ടിയാണോ നിങ്ങൾ വക്കാലത്ത് പറയുന്നത്? അപ്പോൾ വാസുദേവൻ ചിന്തിക്കുന്നുണ്ട്, ഓ അപ്പോൾ മേഘ എനിക്ക് ആ 85 ലക്ഷം രൂപ തന്നത് സ്വത്ത് വിറ്റ പണമായിരുന്നോ? ആഹാ, കുഴപ്പമില്ലല്ലോ. മഹേന്ദ്രൻ്റെ കാശ് തന്നെ മഹേന്ദ്രനെ തിരിച്ചു കൊടുത്ത് എന്നെ രക്ഷിച്ചല്ലോ. അയാൾ മഹേന്ദ്രനെ നോക്കിയിട്ട് ഉള്ളിൽ പരിഹസിച്ച് ചിരിക്കുകയാണ്. അപ്പോൾ മഹേന്ദ്രൻ മേഘയോട് പറയുന്നുണ്ട്, ഇനി നിന്റെ മുഖം കാണുന്നത് തന്നെ എനിക്ക് വെറുപ്പാണ്. നോക്ക്, ആദ്യം നിന്റെ പേരിലുള്ള എല്ലാ സ്വത്തുക്കളും തിരിച്ച് അമ്മയുടെ പേരിൽ തന്നെ എഴുത്. അപ്പം മേഘ വീണ്ടും സില്ലിയായിട്ടാണ് പറയുന്നത്, അതൊന്നും സാധിക്കില്ല അച്ഛാ, അതൊക്കെ എൻ്റെ പേരിൽ തന്നെ ഇരുന്നോട്ടെ. അപ്പം മഹേന്ദ്രൻ തിരിച്ച് ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്, നിന്റെ പേരിൽ എന്തിനിരിക്കണം? നിനക്ക് എന്തിന് ഈ സ്വത്തുക്കളൊക്കെ തരണം? അപ്പം മേഘ ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, എന്താ അത് മേഘ നിങ്ങളുടെ കുട്ടിയല്ലേ, എന്തിനാ സ്വത്തുക്കളൊക്കെ തിരിച്ച് ഏട്ടൻ്റെ പേരിൽ എഴുതി വെക്കാൻ പറയുന്നത്? അവളുടെ പേരിൽ തന്നെ ഇരുന്നോട്ടെ. അപ്പം മഹേന്ദ്രൻ ജാനകിയോടും തട്ടിക്കയറുകയാണ്, ഏയ് അവളുടെ പേരിൽ വേണ്ട. അയാൾ അത്രയധികം ദേഷ്യത്തിലാണ് ഉണ്ടായിരുന്നത്. വീണ്ടും മേഘയ്ക്ക് വാൺ ചെയ്യുന്നുണ്ട്, നാളെ തന്നെ നിന്റെ പേരിലുള്ള മുഴുവൻ സ്വത്തുക്കളും തിരിച്ച് ലക്ഷ്മിയുടെ പേരിലേക്ക് തന്നെ എഴുതി വെക്ക്. മേഘ മറുപടിയൊന്നും പറയാതെ നിൽക്കുകയാണ് അച്ഛനെ നോക്കിയിട്ട്. അപ്പോൾ വാസുദേവൻ വീണ്ടും പറയുന്നുണ്ട്, എന്താ അളിയാ ഇത് ചെറിയ മക്കളെ പോലെ സംസാരിക്കുന്നത്? സ്വത്തുക്കൾ ഇപ്പോൾ ആരുടെ പേരിലായാലും എന്താ, നിങ്ങളുടെ പേരിലായാലും എന്താ, മേഘയുടെ പേരിലായാലും എന്താ? അപ്പോൾ വാസുദേവനോടായിട്ട് മഹേന്ദ്രൻ പറയുന്നുണ്ട്, ആരെ പേരിൽ വേണമെങ്കിലും സ്വത്തുണ്ടായിക്കോട്ടെ, പക്ഷേ ഇവളുടെ പേരിലുണ്ടാവാൻ പാടില്ല. അയാൾക്ക് അത്രയധികം മേഘയോട് ദേഷ്യവും വെറുപ്പും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം വാസുദേവൻ വീണ്ടും പറയാണ്, അളിയാ നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത്? ഈ മേഘ എന്താ വേറെ ആരോ ആണോ? അവൾ നിങ്ങളുടെ മോളല്ലേ, നിങ്ങളുടെ രക്തമല്ലേ? മഹേന്ദ്രൻ്റെ ലക്ഷ്മിയുടെയും ആ ഒരു ക്ഷമ നശിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ വാസുദേവൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, മേഘയുടെ പേര് സ്വത്തുക്കൾ വെച്ചോട്ടെ, അതിന് നിങ്ങൾക്ക് എന്താ കുഴപ്പം? അയാൾ മേഘയെ ദേഷ്യത്തോടെ നോക്കുകയാണ്. പിന്നെ ചുറ്റിലുള്ള ഓരോരുത്തരെയും നോക്കിയതിന് ശേഷം എല്ലാവരോടായിട്ട് പറയാണ്, നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം പറയാം, മേഘ എൻ്റെ മകളല്ല. അത് കേട്ട സമയത്ത് ആദ്യം ഷോക്കായത് മേഘയാണ്. പിന്നെ അവൾക്ക് പിന്നാലെ ഓരോരുത്തരും ഷോക്കായിട്ട് നിൽക്കുകയാണ്. അപ്പം മഹേന്ദ്രൻ എല്ലാവരോടും പറയുന്നുണ്ട്, ഇവൾക്ക് ഈ സ്വത്തിൽ ഒരു അവകാശവും ഇല്ല. മേഘ ശരിക്കും ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. കാരണം ഒരിക്കലും മഹേന്ദ്രൻ ലക്ഷ്മി അത് പറയുന്ന അവൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം തന്നെ ജാനകി പറയുന്നുണ്ട്, എന്തായിട്ടാ ഇത്, സ്വന്തം മോളെ നോക്കിയിട്ട് നിങ്ങളുടെ മോളല്ലെന്ന് പറയുന്നു? മഹേന്ദ്രൻ ജാനകിയോട് പറയുന്നുണ്ട്, ജാനകി നിനക്കറിയാഞ്ഞിട്ടാ, ഇവൾ എൻ്റെ മകളല്ല. മേഘ തകർന്ന് തരിപ്പണായിട്ട് നിൽക്കുകയാണ്. കാരണം അങ്ങനെ ഒരു സത്യം അവർ ഇത്രയും പേരുടെ മുന്നിൽ വെച്ചിട്ട് പറയുന്നുള്ളത് മേഘ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം മഹേന്ദ്രൻ ദേഷ്യം സഹിക്കാനാവാതെ പറയുന്നുണ്ട്, ഇവൾ ഞങ്ങളുടെ മകളല്ല, ഇവൾ ഞങ്ങൾക്ക് ജനിച്ച മകളല്ല, ഇവൾ വേറെ ആരോ ആണ്. മേഘ തന്നെ ശരിക്കും എന്തിനാണ് താൻ അവിടെ നിൽക്കുന്നതെന്ന് പോലും മേഘയ്ക്ക് തോന്നിപ്പോവാണ്. കേട്ട ഓരോരുത്തർക്കും വിശ്വസിക്കാനാവാതെ മഹേന്ദ്രനെ നോക്കി നിൽക്കുകയാണ്. മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയാ മഹേന്ദ്ര നീ പറയുന്നത്? മേഘ നിന്റെ മകളല്ലെന്നോ? അതെ അച്ഛാ, മേഘ ഞങ്ങളുടെ മകളല്ല. കരഞ്ഞുകൊണ്ട് ലക്ഷ്മിയും പറയാണ്, അതെ അച്ഛാ, മേഘ എൻ്റെ വയറ്റിൽ പിറന്ന മോളല്ല. മേഘ ഒരു പ്രതിമ കണക്കെ കേട്ട് നിൽക്കുകയാണ് അവർ പറയുന്ന ആ ഒരു സത്യങ്ങൾ. അപ്പം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയാ മഹേന്ദ്ര നീ പറയുന്നത്? സ്വത്തുക്കൾ അവളുടെ പേരിൽ എഴുതി വെച്ചു എന്ന് കരുതി മേഘ ഇപ്പം നിൻ്റെ മകളല്ല എന്നാണോ? പക്ഷെ മറുപടി കരഞ്ഞുകൊണ്ട് ലക്ഷ്മിയാണ് പറയുന്നത്, അല്ല അച്ഛാ, മേഘ ഞങ്ങളുടെ മകളല്ല, അവൾ എൻ്റെ വയറ്റിലല്ല ജനിച്ചത്. കേട്ടത് വിശ്വസിക്കാനാവാതെ നിൽക്കുകയാണ് ഓരോരുത്തരും. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെയാ മോളെ ഈ പറയുന്നത്? ഈ സത്യം നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അപ്പോഴാണ് മഹേന്ദ്രൻ ആ സത്യം തുറന്നു പറയുന്നത്, എനിക്ക് ലിവറിൻ്റെ ശസ്ത്രക്രിയ ചെയ്യുന്ന സമയത്ത് എനിക്ക് മേഘയുടെ സഹായം വേണ്ടി വന്നു. ആ സമയത്ത് ഡോക്ടർ മേഘയുടെ DNA ടെസ്റ്റ് ചെയ്തു.
അപ്പോഴാണ് അറിയുന്നത് അവളുടെ DNA ഞങ്ങളുടെ രണ്ടുപേരുടെയും DNA ആയിട്ട് മാച്ച് ആവുന്നില്ല അച്ഛാ. മഹേന്ദ്രൻ ആ സത്യം പറയുന്ന സമയത്ത് മേഘ തകർന്ന് തരിപ്പണാവുകയാണ്. അപ്പോൾ മഹേന്ദ്രൻ കരഞ്ഞുകൊണ്ട് അച്ഛനോട് പറയുന്നുണ്ട്. അപ്പോഴാണ് മേഘ ഞങ്ങളുടെ മകളെന്ന സത്യം ഞങ്ങൾക്ക് മനസ്സിലായത് അച്ഛാ. കരഞ്ഞുകൊണ്ട് മഹേന്ദ്രൻ പറയുന്നുണ്ട്, ഇത്രയും കാലം ഇത് പുറത്തു പറയാനാവാതെ ഉള്ളിൽ തീ തിന്ന് ജീവിക്കുകയായിരുന്നു അച്ഛാ. ഇപ്പോഴും ആരോടും പറയണമെന്ന് വിചാരിച്ചതല്ല, പക്ഷെ ഇന്ന് ഇവളാണിത് എല്ലാവർക്കും മുന്നിലും പറയിപ്പിച്ചത്. മേഘ ആകെ തകർന്നു നിൽക്കുകയാണ്. അവൾ ഒരു അക്ഷരം പോലും തിരിച്ചു പറയുന്നില്ല. അപ്പോൾ മുത്തശ്ശി ചിന്തിക്കുന്നുണ്ട്, അയ്യോ സത്യത്തിൽ മേഘ എൻ്റെ കൊച്ചുമോളാന്ന് അറിഞ്ഞാൽ എല്ലാവരും എൻ്റെ നേരെ പാഞ്ഞെടുക്കുമല്ലോ. അവസാനം ദേഷ്യത്തോടെ മേഘ പറയുന്നുണ്ട്, അതെ ഞാൻ നിങ്ങളുടെ മകളല്ല. മേഘ എല്ലാവരും കേൾക്കെ പറയാണ്, പക്ഷെ ഇത്ര വർഷമായിട്ടും ഇവർ രണ്ടുപേരുമാണ് എൻ്റെ അച്ഛനും അമ്മയും എന്ന് കരുതിയിട്ടാണ് ഞാൻ ജീവിച്ചിരുന്നത്. ആർക്കും അതിന് മറുപടി ഇല്ലായിരുന്നു. അപ്പം മേഘ ചോദിക്കുന്നുണ്ട്, പെട്ടെന്നൊരു ദിവസം വന്നിട്ട് നീ ഞങ്ങളുടെ മകളല്ലെന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ പോവും? ആരോ ചെയ്ത തെറ്റിന് ഞാൻ എന്തിന് ശിക്ഷ അനുഭവിക്കണം? നാളെ നിങ്ങളുടെ ഒറിജിനൽ മകൾ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ എന്നെ മൂന്നാമതൊരാളായിട്ടല്ലേ നിങ്ങൾ കാണുള്ളൂ. ആരും ഒന്നും പറയാനാവാതെ നിൽക്കുമ്പോൾ മേഘ ചോദിക്കുന്നുണ്ട്, ഇവൾ എന്തിനാ ഈ വീട്ടിൽ എന്ന് നിങ്ങൾ ചിന്തിക്കില്ലേ? ഇത്രയും വർഷമായിട്ട് നിങ്ങളെ മാത്രം വിശ്വസിച്ച് ജീവിച്ചൊരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് യാതൊരു ബഹുമാനവും തരാതെ ഒരുപക്ഷെ എന്നെ ഈ വീട്ടിലെ വേലക്കാരിയാക്കുമായിരിക്കും, അല്ലെങ്കിൽ എന്നെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുമായിരിക്കും. അതുകൊണ്ടാണ് എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്വത്തുക്കളൊക്കെ ഞാൻ എൻ്റെ പേരിലേക്ക് മാറ്റിയത്. മേഘ കൂളായിട്ട് വിജയിച്ചൊരു ഭാവത്തോടെ സംസാരിക്കുകയാണ്. അപ്പം മഹേന്ദ്രൻ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, വായ മൂട്. ആര് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തുക്കളാണ് നീ നിൻ്റെ പേരിലേക്ക് മാറ്റിയത്? ഇത് മുഴുവൻ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തുക്കളാണ്. നിന്നെ വളർത്തിയ ആ ഒരു തെറ്റിന് നിനക്ക് അവകാശപ്പെട്ട പങ്ക് നിനക്കും തരാം. അത് വാങ്ങിയിട്ട് മിണ്ടാതെ നിന്നോ, അതാ നിനക്ക് നല്ലത്. പക്ഷെ അതൊന്നും മേഘയെ ഭയപ്പെടുത്തുന്നുണ്ടായിരുന്നില്ല. അവൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്തിനാ എനിക്ക് പിച്ച തരുന്നത്? ഇനി അങ്ങോട്ട് ഇവിടെയുള്ള എല്ലാ സ്വത്തിനും ഞാനാണ് മുതലാളി. എല്ലാവരും ഷോക്കായിട്ട് നിൽക്കുമ്പോൾ മേഘ പറയുന്നുണ്ട്, ഇനി അങ്ങോട്ട് ഞാൻ പറയുന്നത് കേട്ടിട്ട് വേണം നിങ്ങളെല്ലാവരും ഇവിടെ ജീവിക്കാൻ. മുത്തശ്ശിക്ക് മേഘ പറയുന്നത് കേട്ടിട്ട് അഭിമാനം തോന്നുകയാണ് തൻ്റെ കൊച്ചുമകളെ ആലോചിച്ചിട്ട്. എല്ലാവരും മേഘയുടെ ആ ഒരു സംസാരം കേട്ട് ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ മഹേന്ദ്രൻ മേഘയോട് പറയാണ്, മേഘ നീ ഇതുവരെ എന്നെ നിൻ്റെ ഒരു അച്ഛനായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. നിനക്ക് ശത്രുവായിട്ട് നീ എന്നെ ആക്കരുത്. എനിക്ക് ദേഷ്യം കയറിയാ അത് നിനക്ക് താങ്ങാനാവില്ല. മര്യാദയ്ക്ക് നിൻ്റെ പേരിലുള്ള സ്വത്തുക്കളൊക്കെ തിരിച്ച് ലക്ഷ്മിയുടെ പേരിലേക്ക് തന്നെ എഴുതി വെക്കാൻ നോക്ക്. ഇല്ലെങ്കിൽ അതിൻ്റെ അനന്തരഫലം ഭയങ്കരമായിരിക്കും. അപ്പം മേഘ കൈകെട്ടിക്കൊണ്ട് അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിക്കുകയാണ്, ഓ എന്താ ഭീഷണിപ്പെടുത്തുവാണോ? ഇല്ല മേഘ, ഞാൻ നിന്നെ ഭീഷണിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ലക്ഷ്മിയെ ഭീഷണിപ്പെടുത്തി ഫ്രോഡ് തരം കാണിച്ച് എല്ലാ സ്വത്തുക്കളും നീ നിൻ്റെ പേരിലേക്ക് മാറ്റി അല്ലേ? നിൻ്റെ കയ്യിൽ നീ സ്വത്തുക്കൾ തിരിച്ചു വാങ്ങിക്കാൻ വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും. അച്ഛൻ്റെ അങ്ങനെ ഒരു വാശി നിറഞ്ഞ മുഖം മേഘ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷെ എന്നിട്ടും അവൾ പറയുന്നുണ്ട്, ശരി കാണാം അച്ഛാ. മേഘ അവിടുന്ന് ഇറങ്ങി പോവുകയാണ്. ആ സമയത്ത് ലക്ഷ്മി തലതല്ലി കരയുന്നുണ്ട്. എന്നിട്ട് അവർ കരഞ്ഞുകൊണ്ട് പറയാണ്, അയ്യോ എല്ലാം എൻ്റെ തെറ്റാണ്. നിങ്ങളോട് ചോദിക്കാതെ സ്വത്തുക്കൾ ഞാൻ എഴുതി കൊടുത്തത് വലിയ തെറ്റാണ്. എനിക്ക് മാപ്പ് തരൂ എന്ന് പറഞ്ഞിട്ട് ഭർത്താവിൻ്റെ കാൽക്കീഴിൽ വീഴുകയാണ്. മഹേന്ദ്രൻ ഭാര്യയെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട്, ലക്ഷ്മി എഴുന്നേക്ക്. അപ്പോഴും ലക്ഷ്മി കരഞ്ഞുകൊണ്ട് പറയാണ്, ഞാൻ അവളെ വിശ്വസിച്ചു പോയി. ലക്ഷ്മി നീ കരയരുത്. അവളുടെ കയ്യിൽ നിന്ന് നമ്മുടെ സ്വത്തുക്കളൊക്കെ എങ്ങനെ തിരിച്ചു വാങ്ങിക്കണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അപ്പോഴും ലക്ഷ്മി കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് മാപ്പ് ചോദിച്ചുകൊണ്ട്. അപ്പം വാസുദേവൻ ചിന്തിക്കുന്നുണ്ട്, ഓഹോ അപ്പോൾ മേഘ അളിയൻ്റെ മകളല്ല എന്നൊരൊറ്റ കാരണം കൊണ്ടാണ് എന്നെ ഇത്രയധികം സഹായിച്ചത്. ഞാൻ അവളെ തിരിച്ച് സപ്പോർട്ട് ചെയ്യണമെന്ന് കരുതിയിട്ടായിരിക്കും അവൾ എന്നെ സഹായിച്ചിട്ടുണ്ടാവുക. ഇനി അങ്ങോട്ട് മേഘക്കായിരിക്കണം എൻ്റെ ഫുൾ സപ്പോർട്ടും. വാസുദേവൻ മനസ്സിൽ ചിന്തിക്കുകയാണ്. എല്ലാവരും ആകെ ഡെസ്പായിട്ടാണുള്ളത്. എല്ലാവർക്കും ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയിലാണ്. ലക്ഷ്മിയാണെങ്കിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് മഹേന്ദ്രനോട് മാപ്പ് ചോദിച്ചിട്ട്. അതേസമയം രാത്രി ആയപ്പോൾ ചന്ദ്രികയും മകളും കൂടെ ചേർന്ന് കിടന്നുറങ്ങുകയാണ്. അപ്പോഴാണ് വാതിലിനൊരു തട്ട് കേൾക്കുന്നത്. ഈ നേരത്ത് ആരായിരിക്കും എന്ന് കരുതിയിട്ട് ചന്ദ്രിക പോയി വാതിൽ തുറന്നപ്പോൾ ആ ഒരു ഗുണ്ടയായിരുന്നു. അപ്പോൾ ചന്ദ്രികയെ വലിച്ചു മാറ്റിയിട്ട് എന്തെങ്ങനെ നോക്കി നിൽക്കുന്നത്, പോയിട്ട് കുട്ടിയെ എടുത്തുകൊണ്ട് വന്ന് പറഞ്ഞിട്ട് അയാൾ അകത്തേക്ക് വിടുകയാണ് ആ ഗുണ്ടകളെ. അപ്പോൾ അവർ പോയിട്ട് മലറിനെ പിടിച്ച് വലിച്ച് കൊണ്ടുവരുന്നുണ്ട്. ചന്ദ്രിക എത്രയൊക്കെ തടഞ്ഞിട്ടും അവർ മലറിനെ പിടിവിടുന്നില്ല. മലറിനെയും കൂട്ടിയിട്ട് അവരവിടുന്ന് പോവുകയാണ് ചന്ദ്രികയെ പിടിച്ച് തള്ളിയിട്ട്. അപ്പോൾ മലരിങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, അമ്മ അമ്മ എന്ന് വിളിച്ചിട്ട്. പെട്ടെന്നാണ് ഉറക്കം ഞെട്ടിയിട്ട് മലരി ഞെട്ടി എഴുന്നേക്കുന്നത്. ചന്ദ്രികയും ഒപ്പം തന്നെ എഴുന്നേക്കുന്നുണ്ട്. എന്താ മോളെ, എന്താ പറ്റിയേ, സ്വപ്നം കണ്ടോ? ആ രാവിലെ വന്ന ആ ഗുണ്ടയില്ലേ, അയാൾ എന്നെ തട്ടിക്കൊണ്ട് പോയി എന്ന് പറഞ്ഞിട്ട് മലരി കരയാണ്. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, അത് സ്വപ്നം മാത്രമാണ്, മോള് പേടിക്കണ്ടെന്നൊക്കെ. എന്നിട്ട് അവിടെ എഴുന്നേറ്റ് പോയിട്ട് ഭസ്മം എടുത്തുകൊണ്ട് വന്നിട്ട് കുട്ടിയുടെ നെറ്റിയിൽ വെച്ചു കൊടുക്കുകയാണ്. ഇനി ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് കുട്ടിയെ ആശ്വസിപ്പിച്ചിട്ട് ഉറക്കുന്നുണ്ട്.
മോളെ ആരും തട്ടിക്കൊണ്ടു പോവില്ല, മോക്ക് അമ്മയില്ലേ എന്ന് പറഞ്ഞ് ചന്ദ്രിക ആശ്വസിപ്പിക്കുകയാണ്. അതിനുശേഷം മലർ ഉറങ്ങുന്ന സമയത്ത് ചന്ദ്രിക അവളെ തലോടിക്കൊണ്ട് അടുത്ത് കിടക്കുന്നുണ്ട്. മാത്രമല്ല ചന്ദ്രിക വിചാരിക്കുകയാണ്, പാവം മലർ രാവിലെ സംഭവിച്ചത് ആലോചിച്ചിട്ട് പേടിച്ച് നിൽക്കുകയാണ്. ചന്ദ്രികയുടെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. അവർ മലറിനെ ചേർത്ത് പിടിച്ച് കിടക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.